അല്പന്മാർ അർദ്ധരാത്രിയിലും കുടപിടിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അല്പ എന്റെ ഉപ്പ. അയ്യോ മാമനായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. മാമ സാജുറായിന്റെ പഠിത്തത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഓക്ക് സാമൂഹ്യ ശാസ്ത്രത്തിനും ബയോളജിക്കും മാർക്ക് കുറവായിരുന്നു. ഞാൻ ഓളോട് പ്രത്യേകം പറഞ്ഞു നമ്മുടെ കാവുന്തറ പിഷാരടി മാഷിന്റെ അടുത്ത് ട്യൂഷന് പോകണമെന്ന്. അല്ല, പോകുന്നുണ്ടോടി നീ? വിടുന്നുണ്ടോ മാമ? സാമൂഹ്യ പഠനത്തിനും ബയോളജിന്റെ മോക്ക് കിട്ടിയ മാർക്ക് മതി. ജീപ്പ് കയ്യാ വന്ന എന്റെ മോക്ക് മാർക്ക് ഇടണ്ട. അപ്പോഴേക്കും പിണങ്ങിയോ? ദേ, നല്ല മാർക്ക് വാങ്ങി പാസ്സായില്ലെങ്കിൽ ഒടുക്കം സ്ത്രീധനം ഞാൻ കുറച്ച് കൂടുതൽ ചോദിക്കും. അപ്പ മാമൻ എന്നെ കുറ്റം പറയരുത്. കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിക്ക് ആഭാസന്മാര് കാരണം വൈനടക്കാൻ പറ്റണ്ടായ. ഓഹോ, ഈ മാമേ പണ്ട് ഇതുപോലെ ബിയാത്ത് താത്ത സ്കൂളിൽ പോകുന്ന വഴിക്ക് എന്ന് കയ്യും കലാശം കാണിച്ചാണ് ബിയാത്ത് താത്താനെ നിക്കാഹ് കഴിച്ച് നുമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ മാമ, പ്രേമം ഒരു തെറ്റാണോ, വിവാഹം ഒരു കുറ്റമാണോ? പറയൂ. വൈന്ന് മാറിക്കട ബലാലേ വന്നോളി. എന്നാ പിന്നെ നീ എന്നെ ഫോൺ വിളിച്ചാ മതി. അങ്ങനെയാണ് എന്നെ ബൂത്ത് വിളിക്കുക. എന്റെ നമ്പർ ഓർമ്മയുണ്ടല്ലോ. സാജറ, നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കരുത്. ചോദിക്കാനുള്ളവർ ഓരോരുത്തരായിട്ട് ചോദിക്കണം. മമ്മൂക്ക ഈയിടെ ഒരു പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുകയും വിവാദപരമായ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു. അതെന്തിനായിരുന്നു അറിഞ്ഞാൽ കൊള്ളാം. ബിനീഷിന്റെ ചോദ്യത്തിൽ തന്നെ തെറ്റുണ്ട്. ഒരു പാർട്ടി യോഗത്തിലല്ല മമ്മൂക്ക പങ്കെടുത്തത്. സുകുമാർ അഴിക്കോട്, ഡോക്ടർ അനന്തമൂർത്തി, MT വാസുദേവൻ നായർ തുടങ്ങിയ പ്രമുഖ സാംസ്കാരിക നായകന്മാർ പങ്കിട്ടുള്ള വേദിയാണത്. ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പേരിലുള്ള വേദിയിൽ നമ്മൾ ഇന്ന് വരെ മമ്മൂക്കയെ കണ്ടിട്ടുണ്ടോ? എന്നാലോ അദ്ദേഹം ഒരു അടിയുറച്ച മതവിശ്വാസിയാണെന്ന് താനും. അതാണ് മമ്മൂക്ക. പിന്നെ നിങ്ങളെയും എന്നെയും പോലെ ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി മൂപ്പർക്കുണ്ടാവില്ല ഒരു അഭിപ്രായം. രാജ്യദ്രോഹപരമായ ഒരു പ്രസ്താവനയൊന്നും മമ്മൂക്ക നടത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സത്യമെന്ന് തോന്നിയത് വെട്ടി തുറന്നങ്ങ് പറഞ്ഞു. അതെ അതെ, ഇന്നത്തെ കാലത്തൊരു സത്യം പറഞ്ഞത് തെറ്റാണോ? നിങ്ങൾ പറ, അല്ലേ? അതെ, ഇപ്പോ അടുപ്പിച്ച് മമ്മൂട്ടി സാർ 4 കോമഡി സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞു. ഇനി എന്നാണ് ഒരു ആക്ഷൻ പടം ചെയ്യുന്നത്? ബഷീർ രോഷാകുലനാകരുത്. ദാമോദരൻ മാഷ് തിരക്കഥ എഴുതി തുടങ്ങിയിട്ടുണ്ട്. മാഷിന് തിരക്കഥ പൂർത്തീകരിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണ്ടേ? 2 വർഷമായില്ലേ നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട്? മഞ്ചേരി ദേവകിയിലെ മമ്മൂക്കയുടെ 4ാമത്തെ സിനിമയാണ് 100ാം ദിവസം തയ്ക്കാൻ പോകുന്നത്. ഈ വർഷമെങ്കിലും നിങ്ങൾ മമ്മൂക്കയെ മഞ്ചേരി കൊണ്ടുവരൂ, അതിപ്പറയണം. സുഹൃത്തുക്കളെ, പുന്നമടക്കായൽ നീന്തി കിടക്കുന്നതിനേക്കാൾ ശ്രമകരമായ ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എങ്കിലും ശ്രമിക്കാം. തന്നെ നിറകൊണ്ട വേനലിൽ എന്തെങ്കിലും ഒരു ഇടമഴ പെയ്യാണ്ടിരിക്കില്ല. മഴ പെയ്താൽ എന്തെങ്കിലും ഒന്ന് മുളച്ചുണ്ടാകാണ്ടിരിക്കില്ല. അങ്ങനെ മുളച്ചുണ്ടായാൽ അതുമായിട്ട് അവിടെ വന്ന് എന്റെ അണ്ണാക്കിലേക്ക് തിരികെ തരാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇനി അതും കേട്ടിരിക്കാൻ പുരുഷു 2ാമത് ജനിക്കണം. കണ്ണീരും കൈയുമായിട്ട് പണം പലിശയ്ക്ക് വാങ്ങാൻ വരുമ്പോ സകല നായിന്റെ മക്കൾക്കും പുരുഷു ദൈവമാണ്. ഭയങ്കര ഭയഭക്തി ബഹുമാനം. കാശും വാങ്ങിപ്പോയി അവനവന്റെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പരുന്ത്, ബ്ലേഡ്, കൊടുവാട്, കൊള്ളപ്പലിശക്കാരൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ സൂര്യാസ്തമനം എന്നൊന്നുണ്ടെങ്കിൽ അവിടെ എന്റെ മേശപ്പുറത്ത് എന്റെ മുതലും പലിശ ഉണ്ടാവണം. പണത്തിന് മീതെ പരുന്ത് പറക്കൂല, പക്ഷേ പുരുഷു പറക്കും, പറന്നിറങ്ങും. അതാണ് പരുന്ത് പുരുഷോത്തമൻ. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്തത് കൊണ്ടോട്ടിന്ന് കുഞ്ഞാപ്പവും ചന്ദ്രനും ഒക്കെ വന്നിട്ടുണ്ട്. പപ്പനോട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഫിലിം എടുത്ത് വെക്കാൻ പറ. ലവന്മാർ അതടിച്ചോണ്ട് പോകും. ഇവരാണോ ഫിലിം പെട്ടി തട്ടിക്കൊണ്ടുപോയ പാർട്ടികള്? ആ കൂളിംഗ് ഗ്ലാസ് വെച്ച് നിൽക്കുന്നില്ല, അവനാണ് കുഞ്ഞാപ്പു. അവന്റെ നിപ്പും ഭാവമൊക്കെ ഉണ്ടാ തോന്നും അവനാണ് മമ്മൂട്ടിയെ സ്റ്റാറാക്കിയത്. ഇവൻ നമ്മുടെ പുളിയാങ്കുന്നിലെ നബീസുമാന്റെ മോനാ. ആള് മഹാജഗല. നിങ്ങളുടെ ഫാനാവാൻ പറ്റിയ ആളാ. മൊറയൂർ ഹൈസ്കൂളിൽ ഇവന്റെ 10ാം ക്ലാസ്സിലെ മാർക്ക് ഇതുവരെ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല മമ്മൂക്ക. ഹൈ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിട്ടും ജീപ്പ് ഓടിച്ച് നടക്കുക. പിന്നെ ഞാൻ നിർബന്ധിച്ചാണ് ഇക്കൊല്ലം BA കറസ്പോണ്ടൻസ് കോഴ്സിന് ചേർത്തത്. ഇല്ലടാ, അതൊക്കെ നല്ല കാര്യം മമ്മൂക്ക. ഇക്കയുടെ സിനിമ വല്ലതും മോശമായ എന്നെ വിളിച്ച് ചീത്ത പറയും. ഇവൻ ആവേശം കയറിയ സിനിമയിലെ മമ്മൂട്ടിയേക്കാളും കഷ്ടമാണ്. വെറുതെ ആവശ്യമില്ലാതെ നാട്ടുകാരെ ശത്രുത മുഴുവൻ വലിച്ചു വയ്ക്കും. അപ്പോ ഫാൻസുകാരെ പറഞ്ഞു വിടുന്നോ അതോ നമ്മൾ സീൻ വായിക്കുന്നു? ഫാൻസുകാർ കഴിഞ്ഞിട്ടേ നമുക്ക് എന്തോ ഉള്ളൂ. ഒരു പടം കഴിഞ്ഞാൽ താൻ വേറെ ആളെ അന്വേഷിക്കും. അവന്മാർ എന്നും ഉണ്ടാവും നമ്മുടെ കൂടെ. ഞാൻ അവരൊന്ന് പറഞ്ഞു വിട്ടു. എങ്കിൽ ശരി. എന്ത് പുലിവാലി പറ്റാടാ ഇപ്പൊ വന്നിരിക്കുന്നത്? 1 വേ ടിക്കറ്റിന് 100ാം ദിവസം മമ്മൂക്കെ മഞ്ചേരിയിലേക്ക് ക്ഷണിക്കാമെന്നത് നടന്നതന്നെ.
ആ ശരി, ഓക്കെ, ഞാൻ വിളിക്കാം. ഇക്ക ഞങ്ങള് എല്ലാവരും ഉണ്ട്. മനുഷ്യന്റെ മനസമാധാനം കെടുത്താൻ ഇപ്പൊ എന്ത് പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത്? നീയൊക്കെ ആരാന്ന് നിന്റെയൊക്കെ വിചാരം? തെമ്മാടികളോ അതോ തെരുവ് കൊണ്ടാണോ? എടാ, സംഘടനാ പ്രവർത്തനത്തിലായാലും ശരി, വ്യക്തി ജീവിതത്തിലായാലും ശരി, ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. അത് ആദ്യം പഠിക്കും. അല്ല മമ്മൂക്ക, മഞ്ചേരിയിൽ പോസ്റ്റർ ഒട്ടിച്ചിട്ട് മലപ്പുറത്ത് റിലീസ് ചെയ്ത പിന്നെ ഞങ്ങള് മഞ്ചേരി പോസ്റ്റർ ഒട്ടിച്ചിട്ട് മലപ്പുറത്ത് റിലീസ് ചെയ്യാൻ പാടില്ലെന്ന് വല്ല നിയമമുണ്ടോ? എടാ, ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ തീരുമാനിക്കും ഈ പടം എപ്പോൾ എവിടെയൊക്കെ റിലീസ് ചെയ്യണമെന്ന്. അന്ന് അവിടെ ഇരുന്ന് സിയെ ഞാൻ പറയുന്ന പോലെ കേട്ടു. എല്ലായിരുന്നെങ്കിലോ? ഞങ്ങള് ജയിലിൽ കിടന്നേനെ. മറ്റാർക്കും വേണ്ടിയല്ലോ, മമ്മൂക്കയ്ക്ക് വേണ്ടിയല്ലേ. അഹങ്കാരി. എടാ, ആളുകളെ കൊണ്ട് നല്ലതെന്ന് പറയിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. ചീത്ത എന്ന് പറയിപ്പിക്കാൻ ഈ സമയം മതി. എന്നാ നിന്റെ പരീക്ഷ? ഒക്ടോബറിലാ. ഇതിപ്പോ ഓഗസ്റ്റ്. പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായാലും എന്റെ കൺവെട്ടത്ത് കണ്ടുപോരുത്. ഞങ്ങൾക്ക് വരാവോ? വല്ലൊരു തമാശ. എന്താണ് നിന്റെ വയറ് വീർത്തിരിക്കുന്നത്? വയറ് നിറച്ച് ലിവറാ. എന്തിന്റെ പോത്തിന്റെ? അല്ല, അത് വൺ വേ ടിക്കറ്റിന്റെ 100-ാം ദിവസം മമ്മൂക്കായെ മഞ്ചേരിക്ക് കൊണ്ടുവന്നേക്കാമെന്ന് അവിടുത്തെ നാട്ടുകാർക്ക് ഞങ്ങൾ വാക്ക് കൊടുത്താ വന്നിരിക്കുന്നത്. അല്ലടാ, വാക്ക് കൊടുത്ത നിങ്ങളല്ലേ? ആ. ഞാനല്ലോ. നീ എന്താടാ പഴം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്? നിനക്കൊന്നും പറയാനില്ലേ? അത് പറയാമെന്ന് പറയാൻ സമ്മതിക്കില്ലല്ലോ മമ്മൂക്ക. സമ്മതിക്കില്ല. ആര്? 100-ാം ദിവസം മമ്മൂക്ക വന്നേ പറ്റൂ. ഞാൻ വരുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഇത്തവണ എന്താ പരിപാടി? ഇത്തവണ ഞങ്ങൾ 5 വീട്ടുകാർക്ക് ഓട് മേഞ്ഞു കൊടുക്കുന്നുണ്ട് മമ്മൂക്ക. അപ്പൊ ഹോസ്പിറ്റൽ സർവീസ് ഒക്കെ നിർത്തിയോ? അത് 2 വർഷമായിട്ട് നടക്കല്ലേ. എല്ലാ വെള്ളിയാഴ്ചയും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നിർദ്ധനരായ രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം കലാഭൂമണിയല്ലേ ഉദ്ഘാടനം ചെയ്തത്? മമ്മൂക്ക് ഓർക്കുന്നില്ലേ? ഇതിനൊക്കെ കാശ് എവിടുന്ന? കാശ് ഞങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ സേവനം ചെയ്യാനുള്ള വരുമാനമൊക്കെ നിങ്ങൾക്കുണ്ടോ? കാശ് തരാൻ ഒരുപാട് ആൾക്കാരുണ്ടോ നമുക്ക്? പിരിവിനിറങ്ങാത്തൊരു കുഴപ്പമുള്ളൂ. അല്ല മമ്മൂക്ക, ഈ പടം ഫാമിലിയാണ്. ഇല്ല, ഫാമിലി ഇല്ല. ഞാൻ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ. അല്ല, കുടുംബകഥയാണെന്ന് ചോദിച്ചത്. കുടുംബകഥയാണോന്ന് അറിയില്ല. കുടുംബത്തിന് കാണാൻ കൊള്ളാവുന്ന കഥയാണെന്ന്. ഇക്കൊല്ലം ഞങ്ങൾക്ക് ഒരു ആക്ഷൻ വേണം. ആക്ഷൻ നിങ്ങൾ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. എങ്ങനെയുണ്ടോ അതിന്റെ വെള്ളോടിയൊക്കെ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ കൊണ്ടോട്ടിന്ന് ഒരു ബാറിൽ നിന്ന് ഒരു തുള്ളി കള്ളു പോലും ആരും എനിക്ക് തരത്തില്ല. അതിനുള്ള ഏർപ്പാടൊക്കെ മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ദുബായിൽ നിന്ന് അളിയന്റെ കത്തൊക്കെ വരാറുണ്ടോ? അവരുടെ വീട് പണിയാ വണ്ടൂര്. വിളിക്കുമ്പോഴൊക്കെ മമ്മൂക്കാക്ക് തരാനുള്ള കാശിന്റെ കാര്യം മറിച്ചില്ല. പിന്നെ അവര് പറയട്ടെ, അവർക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടേ? അതും കൊടുക്ക്. കുറച്ച് ചിപ്സാ നമ്മുടെ ഇസ്മയിലിന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച. എല്ലാവർക്കും കൊടുക്ക്. മുഴുവൻ തീർത്തില്ലെങ്കിലും ബാക്കി ജോർജിനെ ഏൽപ്പിച്ചാൽ മതി. നമുക്ക് ഷോർട്ട് അടി. അപ്പൊ കാണാം. അല്ല മമ്മൂക്ക, അത് 100-ാം ദിവസം ഫംഗ്ഷന്റെ കാര്യം. ഡേറ്റിന് ജോർജിനെ വിളിച്ചു പറഞ്ഞാൽ മതി. ഫ്രീ ആണെങ്കിൽ ഞാൻ വരാം. ഇങ്ങനെ അടിക്കണത് ഇങ്ങനെയാണ്. ഇതാണ് കറക്റ്റ് അടി. മുതലാളി ഇതെങ്ങനെ പഠിച്ചു? നാട്ടുകാർ ശ്രദ്ധിക്കുന്നു. ഇന്ന് അടിച്ചോളി. എത്രയായി? 25. ഇത് എടുത്തോളി. ഇത് നമ്മുടെ വരുമ്പോൾ ഇവനും കൊടുക്കുന്നു മുന്തിരി. മുന്തിരി ആകുമ്പോൾ സാക്രി ഉണ്ടാവും. ഇവനും യവന്റെ കൂട്ടുകാരന്മാരിക്കും ഇഷ്ടം പോലെ ഐസ്ക്രീം കൊടുക്കും. കാശ് തരും. പിന്നെ കുഞ്ഞാപ്പൂ, ദിവസങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വിളിക്കേണ്ടവരുടെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കണം. കല്യാണ കുറി അടിക്കണം. പിന്നെ ചരക്കെടുക്കേണ്ട എവിടെന്നാണെന്ന് നീ പെൺകുട്ടിയും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ഇതെന്താ ഇപ്പൊ ഇത്ര ചർച്ച ചെയ്യാൻ? നിയമസഭാ സമ്മേളനമല്ലോ. അതേടാ, നിയമസഭാ സമ്മേളനത്തെക്കാൾ വലിയ സമ്മേളനമാണ് നിക്കാഹ്. അതാടാ മുരളി, എന്റെ നാട്ടു നടപ്പ്. അവര് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഒരുമിച്ച് പോയി ചരക്കെടുക്കണം. പെണ്ണ് കേട്ട താനക്ക് ഇതുപോലെ അറിയോ? നാളെ തന്നെ റസിയെ പോയെന്ന് കാണണം. റസിയ മനസ്സിലായില്ലേ? ഈ കെട്ടാൻ പോണ പെണ്ണ്. Here I go down to meet the girl and let me feel the heat and let me take a feet in front of her for more and for the care and the fate and let me get a love. Now good God gracious, let's take she's got time. I just wanna go run my love, my love, my love. Will she be the one whom I wanted to love? Go. ഓക്കെ. മമ്മൂക്ക കാത്തോളണേ. ഹായ് കുഞ്ഞാപ്പൂ, ഹലോ. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ചന്ദ്ര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
നമ്മക്കൊക്കെ എന്ത് വിശേഷം? ഇരിക്കടി, ഈ പെണ്ണിന്റെ ഒരു നാണം. എന്തിനാ പേടിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ അല്ലേ? അതാ കുട്ടിയുടെ ഏക പേടി അല്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. കുഞ്ഞാപ്പു, ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? പിന്നെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. കുഞ്ഞാപ്പുവും കുഞ്ഞാപ്പുവിന്റെ മാമ ബാബാഹാജിയും തമ്മിൽ യോജനയായി. ഇവന്റെ ഉമ്മ പറയുന്നത് ഇവൻ കെട്ടാൻ പോണ പെണ്ണിന്റെ ഐശ്വര്യം കൊണ്ടാണ്. ഇല്ലടാ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കേ. ചന്ദ്ര, ഒന്നിങ്ങ വന്നേ, എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ പരിചയപ്പെടണ്ടേ? പിന്നെ എല്ലാവരും വിളിച്ചു. അല്ല, നല്ല ചൂടുണ്ടല്ലേ? ഞാന് റസിയെ കണ്ട് കല്യാണത്തിന് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നാ. ഫാത്തിമ പറഞ്ഞു ഡ്രസ് എടുക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനല്ലേ? അതെ. ഏതെങ്കിലും നല്ല കടയിൽ നിന്ന് വാങ്ങണം, കോഴിക്കോടുന്നോ തിരൂരിന്നോ ഒക്കെ. അതിലെന്ത് ഇത്ര ആലോചിക്കാനുള്ളത് കുഞ്ഞാപ്പുക്ക? അല്ല, അത് റസിയുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട്. എല്ലാ ആണുങ്ങളും ഇങ്ങനെയാ. കല്യാണത്തിന് മുമ്പും ആദ്യ നാളുകളിലൊക്കെ ഭാര്യയുടെ അഭിപ്രായം ചോദിക്കും, പിന്നെ ഒക്കെ കണക്കാം. ഞാൻ ആ ടൈപ്പല്ല. അതെനിക്കറിയാം. ഫാത്തിമ എന്നോട് കുഞ്ഞാപ്പുക്കിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിരിക്കണേ. പിന്നെ കുട്ടി, ഞാൻ കല്യാണ തീയതി ഫിക്സ് ചെയ്ത് ആ സുദിനം വരാൻ കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണല്ലോ. ആ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കുന്നത് അത്രയ്ക്ക് ശരിയാണോ? ഇത്തരം കാര്യങ്ങളിൽ ഞാനൊരു നാട്ടുമ്പുറത്തുകാരനാണേ. എന്റെ അറിവിൽ നാട്ടുമ്പുറത്തുകാരിയെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ ഫാത്തിമേനോടൊരു കാര്യം പറഞ്ഞോട്ടെ. ഫാത്തിമ, ഒന്നിങ്ങ് വന്നേ. ഇങ്ങ് വന്നേ. അത് എന്നെ അല്ലേ? ആ കുട്ടി എന്താ എന്നെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ആ ടൈപ്പ് ഒന്നും അല്ല. ഓളെന്താ പറഞ്ഞേ? ഓളൊരുമാതിരി മോന വെച്ച വർത്താനോ നോട്ടോ. എന്റെ കുഞ്ഞാപ്പു അത്ര പാവായി പോയില്ലേ? കുഞ്ഞാപ്പു ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കും. ദേ, കല്യാണം കഴിഞ്ഞ ഈ മൂടൊന്നും കിട്ടില്ല കേട്ടോ. മോനെ കുഞ്ഞാപ്പു, കട്ട് തിന്നുന്നതിന്റെ രുചിയൊന്നും വേറെ തന്നെയാണേ. എന്താ കുട്ടി പറയുന്നത്? ഞാൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനൊന്നും അല്ല കേട്ടോ വിചാരിച്ചത്. സിറ്റിയിലും ഹോസ്റ്റലിലും ഒക്കെ പഠിച്ച പെൺകുട്ടികൾ ഇങ്ങനെ നടക്കാവോ? മോശം മോശം. ഇത് 21ാം നൂറ്റാണ്ടാ കുഞ്ഞാപ്പു. എന്തിനാ എത്ര പേടിക്കുന്നത്? അല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തിനാ ഒരു ഫോർമാലിറ്റി? ഫാത്തിമ എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറഞ്ഞേ. എന്തേ, കുട്ടിക്ക് കുഞ്ഞാപ്പൂനെ അറിയില്ല. കാര്യം പോലീസ് കേസ് അലമ്പൊക്കെ ഉണ്ടാക്കുമെങ്കിലും കുഞ്ഞാപ്പിന്റെ മോറൽ സൈഡ് പെർഫെക്റ്റ്. ഇത് വല്ലതും ആ റസി അറിഞ്ഞ കുട്ടി എന്ത് കരുതും? പിന്നെ കുഞ്ഞാപ്പു ഓളെ കെട്ടി കണ്ണാടി കൂട്ടി ഫ്രെയിം ചെയ്ത് വെക്കാൻ പോവാ. ആരെ കെട്ടി? റസിയെ കെട്ടി. അത് റസിയല്ലേ? അതിനിടയ്ക്ക് ഇതിനെന്താ കാര്യം? കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്താ കാര്യം? ദേ പിന്നെ ഫാത്തിമ, ഞാൻ കെട്ടാൻ പോകുന്ന റസിയല്ലേ, ഈ കുട്ടി അല്ലല്ലോ. ഇതാണ് റസിയ. ഇതല്ല റസിയ. എന്റെ കുഞ്ഞാപ്പു, ഇതാണ് റസിയ. കുഞ്ഞാപ്പു കെട്ടാൻ പോകുന്ന പെണ്ണ്. അപ്പൊ ശരിക്കുള്ള റസിയ? ഇതിൽ ശരിയും തെറ്റും ഒന്നുമില്ല. കുഞ്ഞാപ്പു എന്നോട് വന്ന് ചോദിച്ചത് ഈ കുട്ടിയുടെ കാര്യം, ഞാൻ പറഞ്ഞത് ഈ കുട്ടിയുടെ കാര്യം. റസിയ, വാടഞ്ചേരി ഹൗസ്, താനൂർ, മലപ്പുറം. എന്തേ? എനിക്ക് മനസ്സിലായി. ഫാത്തിമ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെ വെറുക്കനെ ഓരോരുത്തരെ മക്കാറാക്കും. ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇനി ശരിക്കുള്ള റസിയ വിളിക്കും. ശരിക്കുള്ള റസിയ ദാ ഈ കുട്ടിയാണ്. ആ കുട്ടി. ഇതാണോ കുഞ്ഞാപ്പു പറഞ്ഞ പെൺകുട്ടി? അതെ, ഇതാണ് ഞാൻ കണ്ട റസിയ. അയ്യോ കുഞ്ഞാപ്പു, ഇത് റസിയല്ല, സുനന്ദ നായർ. കുഞ്ഞാപ്പുവിന് തെറ്റിയതാ. ഓള് ഞങ്ങളുടെ കോളേജിലെ ഒപ്പന ട്രൂപ്പിലുള്ളതാ. അന്ന് വീട്ടിൽ വന്നപ്പോ തട്ടൊക്കെ ഇട്ട് ഒപ്പന കളിക്കാൻ കൂടിയെന്നേ ഉള്ളൂ. അത് കണ്ട്. അപ്പോ മുസ്ലിം കുട്ടി അല്ലല്ലേ? അല്ല, നല്ല നായര് കുട്ടിയാ. ഇതിപ്പോ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ് കല്യാണത്തിന്റെ തീയതി ഉറപ്പിച്ചിട്ടേ നല്ല കോമഡിയാ. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. ചന്ദ്ര, എനിക്കൊരു സോഡ വാങ്ങിച്ച. എനിക്ക് നിക്കാഹിന് സമ്മതമല്ല. നമ്മള് ഈ പെണ്ണിനെ കൊണ്ട് എന്നെ കെട്ടിക്കും. കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത നിക്കാഹിന് നിർബന്ധിക്കരുതെന്ന് പറ മോലിയാരെ. ആണുങ്ങൾ സംസാരിക്കണത് ഈ ഇടപെടരുത്. 23 വർഷങ്ങൾക്ക് ശേഷം ഒരു പച്ചക്കറി കൊട്ടയം കൊണ്ട് ഇയാള് നമ്മുടെ കുടിന്റെ പടി കടന്നപ്പോഴേ നമുക്ക് അറിയായിരുന്നു ഇയാള് നമ്മളെ പറ്റിക്കുന്നു. ഓൻ ചതിയനാ മോലിയാരെ. ഓന്റെ ചരിത്രം നമ്മളിവിടെ വിസ്തരിക്കണോ? മോളെ, ഈ ഉമ്മാനെ വിളിച്ചിട്ട് അകത്തോട്ട് പോയി. എന്റെ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടീനെ ഓൻ കെട്ടൂല. ഓനെ നിർബന്ധിക്കരുതെന്ന് പറ മോലിയാരെ. കുഞ്ഞാപ്പ അനക്കെന്താ പറയാനുള്ളത്?
ഈ നിക്കാഹ് നടത്താനാണ് നിങ്ങൾ എല്ലാരും കൂടെ തീരുമാനിക്കുന്നതെങ്കിൽ സത്യമായിട്ട് നിക്കാഹ് രാത്രി ഞാൻ ഇയാളുടെ വീട്ടിന് മുമ്പിൽ കെട്ടി തൂങ്ങിച്ചാവും. എന്തിനാണ് എന്റെ വീട്ടിന് മുമ്പിൽ കെട്ടി തൂങ്ങിച്ചാവണത്? നിങ്ങളോട് പെണ്ണാലോചിക്കുമ്പോൾ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഇപ്പൊ പൂട്ടിയിട്ട് മൊയിലേരേവല്ല ഈ ചട്ടവും പറഞ്ഞ് നിക്കാഹ് ഒഴിവാക്കാൻ നോക്കട്ടെ. അവനെ വെറുതെ വിടരുത്. ആചാര്യ ഓൻ പറയുന്നതിനും കാര്യമില്ലേ? ഓൻ പറയാതെ ഓന് പെണ്ണാലോക്ക് നിങ്ങൾ എന്തിനാ പോയത്? നമ്മള് പോയതല്ല, നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. ആര് നിർബന്ധിച്ച്? പെണ്ണന്വേഷിക്കാൻ ഈ ബീരാനോട് പറഞ്ഞിരുന്നാ? പറഞ്ഞു. അതിന് നിങ്ങൾ എന്തിനാ പോയത്? ഞമ്മള് കഴിഞ്ഞ ആഴ്ച താനൂർ കൃഷി ഓഫീസിൽ ജാതിത്തൈ വാങ്ങാൻ പോവാൻ നിൽക്കുമ്പം ഇവൻ എന്റെ കുടിയിൽ വന്നു. ജാതിത്തൈ വാങ്ങാൻ പോണ ജീപ്പില് ഓനും കൂടി വന്നോട്ടെ, താനൂര് ഓനൊരു പെണ്ണന്വേഷണം ഉണ്ടെന്നും പറഞ്ഞു. ജീപ്പിന്റെ ഔത്താണ് ജാസ്തി ഇടവുണ്ടല്ല. എന്നാ ഈ പോന്നോളി, എനിക്ക് ജാതിത്തൈയും മേടിക്കാം, എനക്ക് പെണ്ണും അന്വേഷിക്കാം, അത്രേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ജാതിത്തൈ എത്ര മേടിച്ചു? മേടിച്ചില്ല. കൃഷി ഓഫീസിന്റെ മുമ്പിൽ ജാതി ചോദിക്കരുത് പറയരുതെന്ന് എഴുതി വെച്ചിരിക്കണം കണ്ട് തിരിച്ചിഞ്ഞു പോന്നു. അത് കലക്ക് പോലാളി. ബീരാനെ, സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് നിങ്ങൾ പറഞ്ഞോളി. അതാ നിങ്ങൾക്ക് നല്ലത്. ഒരു പെൺകുട്ടിയുടെ അവളുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം ഇത്. കണ്ട കണ്ട ഇപ്പൊ മനസ്സിലായില്ലേ നമ്മളെ കാര്യത്തിൽ നിരപരാധിയാണെന്ന്? അതിനാളൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിന് പറയണം? കണ്ണീരോട്ട് എഴുതി കാണിച്ചോണ്ടിരിക്കല്ലേ. ഇപ്പൊ എല്ലാവർക്കും എന്റെ നിരപരാധിത്വം മനസ്സിലായല്ല. നിങ്ങളിങ്ങനെ വട്ടമേശ സമ്മേളനം കൂടി നിൽക്കണ്ട. ഇവരെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിക്കാൻ നോക്ക്. പോയിട്ടപ്പോ തിരക്കൊണ്ട് വരട്ടെ. പക്ഷേ മൈലിയാരെ താൻ എന്ത് കളി കളിച്ചാൽ ഈ ദുനിയാവിൽ തന്റെ മോളെ അല്ലാതെ കുഞ്ഞാപ്പ് വേറെ ഒരു പെണ്ണിനെ നിക്കാഹ് കഴിക്കൂല. നിനക്ക് ഇപ്പോഴും ഒഴിഞ്ഞു മാറാൻ അറിയാൻ പാടില്ല. എടാ, നമ്മളിങ്ങനെ നിൽക്കുവാന്നിരിക്കട്ടെ, നമ്മുടെ തലയ്ക്ക് നേരെ ഒരു അടി വരുവാണെങ്കിൽ ഇടത് മാറി വലതൊഴിഞ്ഞ് നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് കുനിഞ്ഞേക്കണം. അടി പോണ വഴി കാണില്ല. ഓഹോ, അതാണോ നീ ഇടത് മാറി വലതൊഴിഞ്ഞ് സതീശൻ മാഷിന്റെ മതിൽ ചാടി ഓടിയത്? അത് ഞാൻ ഓടിയതല്ല, ഞാൻ ഒരുത്തിനെ ഇട്ട് ഓടിച്ചതാ. മുന്നിൽ പോകുന്നവനെ ആളുകൾ കണ്ടില്ല, പുറകെ വരുന്ന എന്നെ കാണുകയും ചെയ്തു. അങ്ങനെ തെറ്റിദ്ധരിച്ച് പറഞ്ഞല്ലേ. അല്ല കുഞ്ഞാപ്പൂ, നമ്മളെ എന്തിനാ ഒരു തല്ലിയത്? അതാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത. അത് അവരടുത്ത പ്രാവശ്യം തല്ലാൻ വരട്ടെ, ഞാൻ അപ്പ ചോദിക്കാം. ഫാത്തിമായി മറ്റേ കൊച്ചു. വേണ്ട കുഞ്ഞാപ്പൂ, കിടന്നു. നിങ്ങളെന്താ ഇവിടെ? ഇവളുടെ ഒരു ബന്ധുവിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, തലക്കടി കിട്ടിയാണോ? അല്ല, മിനിഞ്ഞാന്ന് എന്റെ ജീപ്പ് ഒന്ന് സ്ലിപ്പായേ, മരത്തിലിടിച്ച്. കുഴപ്പമൊന്നുമില്ല, നാളെ ജീപ്പ് സ്ലിപ്പായോ? അത് ഞാൻ അറിഞ്ഞില്ല. അത് ചന്ദ്ര സ്ലിപ്പായില്ലേ? ശരിയായിരുന്നു, സ്ലിപ്പായി. ചന്ദ്ര, എനിക്കൊരു ഉപകാരം ചെയ്യാവോ? ഓഫ് കോഴ്സ്. എന്താ പറഞ്ഞോളൂ. എനിക്കൊരു ബോട്ടിൽ മിനറൽ വാട്ടർ വാങ്ങി തരുമോ? ഫുൾ ആണോ പൈൻ്റ് ആണോ? അല്ല സോറി, വലിയ കുപ്പിയാണോ ചെറിയ കുപ്പിയാണോ? വലിയ കുപ്പി. ആയിക്കോട്ടെ, ശരി എന്നാ. എന്നിട്ട് ബന്ധുവിന് എങ്ങനെയുണ്ട്? കുഞ്ഞാപ്പൂന് എങ്ങനെയുണ്ട്? ഓ, കുഴപ്പമൊന്നുമില്ല. 2 ദിവസത്തെ ഓട്ടം നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. തെറ്റിദ്ധരിക്കരുത്, എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ. ഹോസ്പിറ്റലിലേക്ക് ധാരാളം കാശ് ആവശ്യമുണ്ടാവില്ലേ? അയ്യോ, നിങ്ങള് വന്ന് കണ്ടതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഇതെന്താ ഇത്? കുഞ്ഞാപ്പൂനെ അടിക്കാൻ ആളെ വിട്ടത് എൻ്റെ അമ്മാവനും അമ്മാവന്റെ മകനുമാ. പടച്ചോനെ, എന്തിന്? എനിക്ക് അവരെ അറിയില്ലല്ലോ. ഞാൻ അവരോട് എന്ത് തെറ്റാ ചെയ്തത്? അവരൊക്കെ ആരാ? കുഞ്ഞാപ്പൂ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതല്ലേ ഈ വിവരം അറിഞ്ഞ ഉടനെ ഓള് വന്ന് മാപ്പ് പറയുന്നത്. അല്ല, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവല്ലോ. അതിപ്പോ ശരിയോ തെറ്റോ ആയിക്കോട്ടെ. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കല്യാണത്തിന് വീട്ടുകാർ നിർബന്ധിച്ചപ്പോ അതിന് രക്ഷപ്പെടാൻ ഞാനൊരു കള്ളം പറഞ്ഞു. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്നും അയാളുമായിട്ട് പ്രേമത്തിലാണെന്നും. അതാരാണെന്ന് വീട്ടുകാർ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിലാ കുഞ്ഞാപ്പൂ ഒന്ന് ഹോസ്റ്റലിൽ വന്നത്. ഹോസ്റ്റലിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സിൽ ആരോ വീട്ടിലേക്ക് വിളിച്ച് തെറ്റിദ്ധരിപ്പിച്ചു കുഞ്ഞാപ്പൂ ഞാനും പ്രേമത്തിലാണെന്ന്. പിന്നെ അവരൊന്നും നോക്കിയില്ല, എന്നെ എടുത്തിട്ട് ഇടിച്ചു. എന്റെ ചെങ്ങായിമാരും അറിയണ്ട, അവരടിച്ചവരെ അന്വേഷിച്ച് നടക്കുക. അവരറിഞ്ഞാലേ നിങ്ങൾക്കിട്ടും കിട്ടുപിടി. കുഞ്ഞാപ്പൂ ഈ പണം വാങ്ങിയാ എനിക്ക് സമാധാനത്തോടെ പോവായിരുന്നു. ഇത് എത്ര രൂപയുണ്ട്? 10,000. അയ്യോ, അതുപോരാ. ഒരു 50,000 രൂപ 35 പൈസ റെഡി ഞാൻ കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്രയെങ്കിലും കിട്ടിയില്ലെങ്കിൽ മുതലാകത്തില്ല കുട്ടിയെ. ഈ 10,000 എന്നൊക്കെ പറയുന്നത് എന്നെ പോലുള്ളവർക്ക് ഒരു വലിയ തുകയാണ്. പക്ഷെ വിയർപ്പൊഴുക്കാത്ത അർഹതയില്ലാത്ത ഒരു ചില്ലി കാശ് ഞാൻ വാങ്ങിക്കത്തില്ല. പിന്നെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണേ ഇനിയും എന്റെ പേര് തന്നെ പറഞ്ഞു. അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ കാശ് വാങ്ങിച്ചോളാം. അങ്ങനെ അവരിടിക്കുന്നു, ഞാൻ കാശ് വാങ്ങിക്കുന്നു, ഞാൻ കാശ് വാങ്ങിക്കുന്നു, അവരിടിക്കുന്നു. എന്തേ? സോറി. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ കുട്ടി. ഇങ്ങനെയൊക്കെയല്ലേ ഒരു സഹായം ചെയ്യാൻ പറ്റൂ. പിന്നെ റസിയായും ഹാജിയാരുടെ മകനായിട്ടുള്ള വളയിടല് കഴിഞ്ഞു. ഞാൻ അറിഞ്ഞു. ഞങ്ങൾ ഇറങ്ങട്ടെ. ഇപ്പൊ പോയാലേ ഉച്ചയ്ക്ക് ഫസ്റ്റ് അവർ ക്ലാസ്സിൽ കയറാൻ പറ്റൂ. ആ, ശരി എന്നാ. ശരി.
നേരത്തെ അറിയായിരുന്നെങ്കിൽ നിനക്ക് പറയായിരുന്നില്ലേ? അതെങ്ങനെയാ? പറഞ്ഞ മനസ്സിലാവുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അച്ഛാ, ഞാനാ ശശി. ആ, നീ എവിടുന്നാ? ഞാൻ മലപ്പുറത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണ്. കുട്ടികൾ പറഞ്ഞത് ശരിയാ. സുനന്ദ ഇപ്പൊ ഇവിടെ വന്നവനെ കണ്ടു, ആ മുസ്ലിം ചെക്കനെ. എന്നിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവനെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നതെന്ന് ഉറപ്പാണോ? അതെ, അവർ കുറച്ചേരം സംസാരിച്ചു. ആ, നീ ഇങ്ങോട്ട് പോന്നോളൂ, ഇപ്പൊ സംസാരിക്കാൻ നിൽക്കണ്ട. ഗോമതി, സുനന്ദ എവിടെ പോവാണെന്നും പറഞ്ഞാ പോയത്? ഹോസ്റ്റലിലേക്ക്. ഹോസ്റ്റൽ നമ്പർ നീ ഒന്ന് വിളിച്ചു നോക്കിയേ. എന്താ ഏട്ടാ? വിളിച്ചു നോക്ക്. എൻ്റെ മോനൊരു പുണ്യാത്മാവാണെന്ന് ഞാൻ പറയുന്നില്ല. അവന് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. തിരുത്താൻ അവസരം കൊടുത്താൽ നന്നാകും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വിളിക്ക്. ഇതാ കുഞ്ഞാപ്പു. ഞാൻ കരുണാകരൻ എഴുത്തച്ഛൻ. നമസ്കാരം സാർ. നിങ്ങളെക്കുറിച്ച് കുറച്ച് നാളായിട്ട് ഞാൻ കേൾക്കുന്നു. കാണാൻ സാധിച്ചപ്പോഴാ. എഴുത്തച്ഛൻ സാറ് അങ്ങനെ ആരും കാണാൻ പോകാറില്ല. ഇന്നിപ്പോ മാറ്റർ അത്രയ്ക്ക് സീരിയസ് ആയതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. കുഞ്ഞാപ്പന് ബുദ്ധിമുട്ടായോ? ഇല്ല സാർ, ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, അതൊരു ചെങ്ങായി ഏൽപ്പിച്ച് വിട്ടു. ആ, ഞാനും പല കാര്യങ്ങളും പലരെ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. CI സാറ് പറഞ്ഞ പോലെ മാറ്റർ സീരിയസ് ആണല്ലോ. ഞാൻ എന്തിനാണ് വന്നതെന്നും എന്താണ് പറയാൻ പോകുന്നതെന്നും കുഞ്ഞാപ്പനറിയാം. എനിക്ക് കാര്യങ്ങൾ ഇപ്പോഴും വെടിപ്പോടെ മനസ്സിലായിട്ടില്ല സാർ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് നിന്റെ ലോക്കപ്പ് ടിക്കറ്റ് കാര്യം മനസ്സിലാക്കി തരാൻ എനിക്ക് അറിയാൻ പാടില്ല. ഈ വലിയ മനുഷ്യൻ പറഞ്ഞുകൊണ്ടാ ഞാനത് ഒഴിവാക്കിയത്. എന്താണ് സാർ, കാര്യങ്ങൾ ക്ഷമയോടെയും സമാധാനത്തോടെയും പറഞ്ഞാൽ കുഞ്ഞാപ്പന് മനസ്സിലാവും. കുഞ്ഞാപ്പു, ഞാൻ സുനന്ദയുടെ അമ്മാവനാണ്. ഇനി സുനന്ദയെ അറിയാൻ പാടില്ലെന്ന് കുഞ്ഞാപ്പു പറഞ്ഞു കളയോ? സുനന്ദയെ എനിക്കറിയാം സാർ. ഞങ്ങൾ 1-2 വട്ടം കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എത്ര വട്ടം കണ്ടു, സംസാരിച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇനി കാണരുത്, സംസാരിക്കരുത്. അതിന് പ്രതിഫലമായി കുഞ്ഞാപ്പൻ എന്ത് വേണം, എന്തും തരാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 1 വർഷമായിട്ട് ഞങ്ങൾ അവൾക്ക് കല്യാണം ആലോചിക്കുന്നു, പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് അറിയാൻ കഴിഞ്ഞത് അവളും കുഞ്ഞപ്പുമായിട്ട് ഇപ്പോൾ അടുപ്പത്തിലാണെന്ന്. ഇത് അവൾ തന്നെയാണ് പറഞ്ഞത്. ആ കുട്ടി ഒരിക്കലും എൻ്റെ പേര് പറഞ്ഞു കാണില്ല, ഒരു പ്രേമമുണ്ട് എന്ന് പറഞ്ഞു കാണും. അത് ഞാനാണെന്ന് നിങ്ങളെല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു. കുഞ്ഞാപ്പു, പ്രായത്തിൻ്റെ എടുത്തിയാട്ടത്തിൽ അവക്കും കുഞ്ഞാപ്പുവിനും അങ്ങനെ ഒരു ദുർബുദ്ധി തോന്നി. കാശും മുതലുള്ള വീട്ടിലെ പെൺകുട്ടിയെ പ്രേമിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാല് ഞാൻ കുഞ്ഞാപ്പുവിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സാർ. ആദ്യം ആ കുട്ടിയോട് സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലായി കുഞ്ഞാപ്പു, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അത്യാവശ്യ സമയങ്ങളിൽ ചില്ലറ സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരാളായിട്ട് കുഞ്ഞാപ്പു സുനന്ദയെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവൾ അങ്ങനെയല്ല കണ്ടിരിക്കുന്നത്. സാറേ, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന കൂട്ടത്തില് അങ്ങനെ സക്കാത്തിന് സാമ്പത്തിക സഹായം ആരുടെ കയ്യിൽ നിന്നും പറ്റാറില്ല, പറ്റിയിട്ടുമില്ല. പിന്നെ എൻ്റെ മരുമോളുമായിട്ട് താൻ അടുത്തതിൻ്റെ ഉദ്ദേശം എന്താ? വിവാഹം കഴിച്ച് ജീവിക്കാമെന്നോ? അങ്ങനെ വല്ലതും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറന്നേക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ചില തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ ടീനേജ് കാലം വളരെ അപകടം പിടിച്ച ഒരു കാലമാണ്. അപ്പോൾ ഇത്ര സ്മാർട്ട്നെസ്സും തന്നോടൊക്കെ കണ്ട പെൺകുട്ടികൾ വീണുപോകും. പ്രേമിക്കുന്നതിന് ചെറ്റയാണെങ്കിലും ചെരുപ്പൂത്തിയാണെങ്കിലും അത്ര ഒരു അബദ്ധം ഞങ്ങളുടെ കുട്ടിക്ക് പറ്റിപ്പോയി. അതിന് പരിഹാരമായി എത്ര 1000 അല്ലെങ്കിൽ ലക്ഷം എത്ര വേണമെന്ന് കുഞ്ഞാപ്പു തന്നെ പറഞ്ഞോളൂ. സാറേ, എൻ്റെ കുടിയിലുണ്ട് 3 പെൺപിള്ളേർ. അതിൽ 2 പേരെ നിക്കാഹ് കഴിപ്പിച്ച് വിടുകയും ചെയ്തു. പെൺപിള്ളേരെ പറ്റി ഇത്ര ഒരു വർത്താനം കേട്ടാ കുടിയിലിരിക്കുന്ന ഒരു ബേജാറാവും. അത് കാശുള്ളവന്റെ വീട്ടിലാണെങ്കിലും കാശില്ലാത്തവന്റെ വീട്ടിലാണെങ്കിലും. അത്തരമൊരു ബേജാറിന്റെ പേരിലാണ് സാർ ഇപ്പം എന്നോട് മോശമായിട്ട് സംസാരിച്ചതെന്ന് ഞാൻ കരുതുന്നു. അതല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഭാഷയിൽ ഞാനും മറുപടി തന്നെ. നീ ആരോടാ സംസാരിക്കുന്നറിയോ? വേണ്ട, ആ ഐറ്റം കുഞ്ഞാപ്പുവിനോട് വേണ്ട. കട്ടിട്ടും മോഷ്ടിച്ചിട്ടും പെണ്ണ് പിടിച്ചിട്ടും പ്രതിയായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ വിളിച്ചു, ഞാൻ വന്നു. ഇദ്ദേഹം എന്നോട് സംസാരിക്കുന്നു, ഞാൻ അതിന് മറുപടി പറയുന്നു. അതിനിടയ്ക്കറി മസിൽ കാണിച്ച് വരട്ടല്ലേ, കുഞ്ഞാപ്പ് വരളത്തില്ല. ഇത് പോലീസ് സ്റ്റേഷനാ. നിന്നെ CI സാർ, അയാൾ പറയട്ടെ. പറഞ്ഞോളൂ. വീട്ടിൽ 2 പെൺകുട്ടികളുണ്ട്, പ്രാരാബ്ധമാണ്. അതുകൊണ്ട് പറഞ്ഞോളൂ. ശരിയാണ് സാർ, പ്രാരാബ്ധമാണ്. പക്ഷെ ആ പ്രാരാബ്ധത്തിന്റെ പേരും പറഞ്ഞ് കാശുള്ളവന്മാരുടെ കയ്യിൽ നിന്ന് ഉളുപ്പില്ലാതെ കൈനീട്ടി വാങ്ങിക്കുന്ന സാറുമാരെ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ആ കൂട്ടത്തിൽ എന്നെ പെടുത്തരുത്. സാറേ, എനിക്കുണ്ട് 2 കൈ.
ഒരു കാര്യവുമില്ലാതെ എന്റെ ദേഹത്ത് വെച്ചിരിക്കുന്ന ഈ കൈ അങ്ങോട്ട് എടുത്തേ. എടുത്തില്ലെങ്കിൽ സാർ വിടാൻ സാറിന്റെ അനുഗ്രഹങ്ങളും ഞാനുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഇത് സത്യമാണ്. പടച്ചോനാണ് സത്യം. 5 നേരം നിസ്കരിക്കുന്ന ഞാൻ പടച്ചോന്റെ പേരിൽ കള്ളസത്യം ചെയ്യില്ല. ഇനി നിങ്ങളുടെ കുട്ടിയും ഞാനും തമ്മിൽ ഈ പറയുന്ന പോലെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പൊന്നുകൊണ്ട് മൂടാന്ന് പറഞ്ഞാലും ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നേനെ. പക്ഷെ അങ്ങനെയില്ല. അത് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം. ഇരുട്ടുവാക്കി കൂലിത്തല്ലുകാരുമായിട്ട് വന്ന് പിന്നിന്ന് തല്ലി അതൊരു തെറ്റിദ്ധാരണയുടെ പേരിലാണെന്ന് പറഞ്ഞ് ക്ഷമിച്ചു. ഇന്ന് ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ സാറുമാരെല്ലാരും കൂടെ ഇവിടെ വിളിച്ചു വരുത്തി പള്ളു പറഞ്ഞു. അതും ഞാൻ ക്ഷമിച്ചു. പക്ഷെ മനുഷ്യന്മാരല്ലേ സാർ, എപ്പോഴും എല്ലാത്തിനും ക്ഷമിക്കാൻ പറ്റുമോ? ഞാൻ വരട്ടെ. ഇനി ഇവിടെ നിന്നാ നമുക്ക് എല്ലാവർക്കും കേടാ. സത്യമാണോടാ നീ പറഞ്ഞത്? നിനക്ക് ആ പെൺകുട്ടിയായിട്ട് പ്രേമമില്ലല്ലേ? ഉണ്മയാണല്ലേടാ. വടക്കൻ വീരഗാഥയിൽ മമ്മൂട്ടി സാറിന്റെ ചന്തു എന്ന കഥാപാത്രത്തിന് ഉണ്ണിയാർച്ചയോട് പ്രേമം. പക്ഷെ ഉണ്ണിയാർച്ചയ്ക്ക് തിരിച്ചിങ്ങോട്ട് പ്രേമമില്ല. ഒരു വ്യത്യാസമുണ്ട് സാർ. എന്ത് വ്യത്യാസം? അതായത് ഈ ചന്തുവിന്റെ കയ്യിൽ വാളും പരിചയമൊക്കെ ഉണ്ടല്ലോ, എന്റെ കയ്യിൽ അതൊന്നുമില്ല. അതെ, അത് നമുക്കിട്ട് നൂതിയിട്ട് പോയതാണല്ലോ. അത് പേടിക്കണ്ട, അത് ഞാൻ ഏറ്റവും. ഡോണ്ട് വറി, ഞാൻ വിളിക്കാം. ആരടാ അതിലും മുരളി? ഞാനാണ് സാർ. ഇങ്ങ് വന്നേ. നീ സേട്ടുവിന്റെ ലോൺ എടുത്തിട്ടുണ്ടോ? ഉണ്ട് സാർ. എന്നിട്ട് എത്ര രൂപ തിരിച്ചടച്ചു? 4 ലക്ഷം രൂപയാണ് ഞാൻ ആകെ മേടിച്ചത്. മുതലും പലിശയടക്കം ഞാൻ 5 ലക്ഷം രൂപ തിരിച്ചടച്ചു. അവരുടെ കണക്ക് പ്രകാരം ഇനി ഞാൻ 50,000 രൂപ കൊടുക്കണം. പക്ഷേ അമ്മയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലായതുകൊണ്ട് 2 ഗഡു ഞാൻ അടച്ചില്ല. പണം അടച്ചില്ലേ വണ്ടി പിടിച്ചോണ്ട് നിനക്ക് അറിയില്ലേ? അറിയാം സാർ. അത് അറിഞ്ഞിട്ടല്ലേ നീ ലോൺ എടുത്തത്? പക്ഷേ നീ സേട്ടുവിന്റെ ആൾക്കാരെ ഗുണ്ടകളോട് തല്ലിക്കും വരണം. അപ്പൊ പിന്നെ മര്യാദയ്ക്ക് നടക്കണമായിരുന്നോടാ. സാറേ, ഇനി അവനെ തല്ലരുത്. തല്ലിയല്ലെന്തറ? സാറേ, എനിക്കറിയാം എന്നോടുള്ള വൈരാഗ്യമാണ് സാർ ഇപ്പോഴേ തീർക്കുന്നത്. എന്നെ തല്ലിക്കോ? എന്നുവെച്ചാ നിന്നെ തല്ലിയ നീ തിരിച്ചു തല്ലുമെന്ന്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തല്ല് വാങ്ങാൻ മടിയില്ല സാർ. അത് ഞാനായാലും ഇവനായാലും ഇക്കൂട്ടത്തിൽ ആരായാലും. പക്ഷെ ചെയ്യാത്ത തെറ്റിന് ഞങ്ങളെ ആരും ഇതുവരെ തല്ലിയിട്ടില്ല. ആദ്യമായിട്ടായതുകൊണ്ട് ഒറ്റ വാക്കി മറുപടി പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഒന്നുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ച് തല്ലും. നീ തിരിച്ചു തല്ലും? തല്ലും സാർ. ഇപ്പോ ഇവിടെ വെച്ചായിരിക്കില്ല. സാറിന്റെ ചീട്ടുകളി കമ്പനിയും മൂവന്തി സേവയും ഒക്കെ എവിടെയാ എപ്പോഴാന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഡ്രൈവേഴ്സ് നാട് നീളെ തെണ്ടി നടക്കുന്നവരാ. കാക്കി അഴിച്ചു വെച്ചാൽ സാറിനും എനിക്കുമൊക്കെ ഒരു പ്രാണനേ ഉള്ളൂ. വെട്ടിയാ മുറിയാത്ത കഴുത്തില്ല സാറേ. വെട്ടും, വീട്ടിൽ കയറി വെട്ടും. മോനെ കുഞ്ഞാപ്പു, അവരിനിയും കച്ചറയായിട്ട് വരുവോ? ഇവനാണെങ്കിൽ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ ജീപ്പ് ഓടിച്ച് നടക്കുന്നവനാ. അമ്മ ബേജാറാവണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ അവര് വരികയാണെ തന്നെ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ സേട്ടുവിന്റെ അടുത്ത് പണമിടപാടിന് പോകരുതെന്ന്. നാഷണലൈസ്ഡ് ബാങ്കുകൾ എത്ര ഉണ്ട് ഇവിടെ? എന്റെ മാഷ, ഈ ബാങ്കുകളിൽ കയറി ഇറങ്ങി മടുത്തിട്ട സാധാരണക്കാരൻ അവിടെയൊക്കെ ചെന്ന് ലോൺ ചോദിച്ചാ ബാങ്ക് മാനേജറിന്റെ മുഖത്ത് കടന്തൽ കുത്തും. ഓന്റെ ഉപ്പാന്റെ മുതലെടുത്തിരുന്ന പോലല്ലേ? അത് ശരിയാ. ഈ ബാങ്ക് മാനേജർമാരെല്ലാം സർപ്പയജ്ഞക്കാരെ പോലെയാ. കണ്ണാടി കൂടി കയറിയിരുന്ന് മനുഷ്യ പറ്റില്ലാണ്ടായി. അസോസിയേഷന്റെ ഓഫീസ് നിന്നാണല്ലോ. ഹലോ, ജനറൽ സെക്രട്ടറി കുഞ്ഞാപ്പു സ്പീക്കിംഗ്. ബ്ലഡോ? എവിടെ? മലബാർ ഹോസ്പിറ്റൽ. ഞങ്ങളും മലബാർ ഹോസ്പിറ്റലുണ്ട്. ഏത് ഗ്രൂപ്പാ? ഓ നെഗറ്റീവ്. ഓ നെഗറ്റീവ് ഇവിടെ ഉണ്ട്. ഏറ്റന്നെ. നീ വന്നേ, കുറച്ച് ചോര വേണം. ഇത് എന്റെ ശരീരത്തിൽ നിന്ന് തന്നെ എടുത്താണോ സിസ്റ്ററെ? വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാ. നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് വേണം കേട്ടോ. സോറി, ഞാൻ മറ്റൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാണ്. വൃത്തിയായിട്ട് പറയുന്നു. തനിക്ക് പ്രേമോണ്ട് എനിക്കെന്ത് വേണം? ഇനി ഇതുപോലെ ബ്ലഡിന് ആവശ്യം വന്നാൽ ഞങ്ങൾക്ക് ബന്ധപ്പെടാനാ. അയ്യോ, അതാണോ? ഞാൻ കരുതി സിസ്റ്റർക്ക് എന്നോട് അനുരാഗം അങ്കുരിച്ചു എന്നാ വിചാരിച്ചേ. ക്ഷമിക്കണേ സിസ്റ്ററെ. അമ്മേ, ഗ്രഹപ്പഴക്കാരൻ തലമുടി കെട്ടി ചെയ്തപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതാണിത്. ഈ മാസം 8ാമത്തെ തവണ ഞാൻ ഈ ബ്ലഡ് കൊടുക്കുന്നത്. അല്ല, ഓ നെഗറ്റീവുകാരൻ ഈ ഡിസ്ട്രിക്റ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതാ കുഴപ്പം പറ്റിയത്. എന്റെ തലവിധി. പേഷ്യന്റിന്റെ ആൾക്കാർ തന്നതാ. അയ്യോ, പണത്തിനായിട്ടല്ല സിസ്റ്ററെ. രക്തം വിൽപ്പന തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ തുടരെ പോകേണ്ടി വന്നാൽ ചിലപ്പോ വേണ്ടി വരും.
എന്റെ രക്തത്തിന്റെ വിലയായത്. ഇതെന്താ വാടാ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ഒരു സമ്മതിച്ചില്ല, നിർബന്ധിച്ചപ്പോ ഞാനിങ്ങ് മേടിച്ചോണ്ട് വന്നു. എന്ത് കളിയായത്? സിസ്റ്ററെ, അതെ പൈസക്ക് വേണ്ടിയല്ല. ഈ രക്തം ദാനം ചെയ്യല് ഞങ്ങൾ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ കാശങ്ങ് തിരിച്ചു വാങ്ങിക്കണം. ഞാനല്ല, 103 പേഷ്യന്റിന്റെ ആൾക്കാർ തന്നതാ. 103 കുട്ടിയായിരുന്നു. കുട്ടി എന്താ ഇവിടെ? ആർക്കാ ബ്ലഡ് വേണ്ടി വന്ന്? എന്റെ അമ്മയ്ക്ക്. കുഞ്ഞാപ്പു എന്താ ഇവിടെ? ഞങ്ങളിവിടെ ഒരു ചെങ്ങായെ കാണാൻ വന്ന. അപ്പോഴാ O നെഗറ്റീവ് ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് ഒരു കോള് കിട്ടിയത്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത് ഇവനാണ്. പക്ഷെ അത് പണത്തിന് വേണ്ടി ആയിരുന്നില്ല. ആരോ മോളെ അത്? എന്റെ ഒരു ഫ്രണ്ട് അമ്മേ, കയറുവാ. ഇവരാ അമ്മയ്ക്ക് ബ്ലഡ് തന്നത്. കുട്ടി ഈ പണം വാങ്ങണം. അത് സാരില്ല, ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ബ്ലഡ് വാങ്ങിയാലും കാശ് കൊടുക്കണം. അതായിക്കോട്ടെ, പക്ഷെ ഈ പണം തിരിച്ചു വാങ്ങണം പ്ലീസ്. മോടെ ഫ്രണ്ടിന്റെ പേരെന്താ? ഞാൻ കുഞ്ഞാപ്പു, ഇത് ചന്ദ്രൻ. അതെ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് കുറവുണ്ട്. ഇവരാ ബ്ലഡ് തന്നത്. നാളെ ഓപ്പറേഷൻ ചെയ്യാന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. കുഞ്ഞാപ്പു, ഞാനിപ്പോ വരാമേ. എങ്കിൽ പിന്നെ താങ്ക്സ് കുഞ്ഞാപ്പു. സാരല്ല കുട്ടി, ഞങ്ങൾ ഇനി മലപ്പുറം ആശുപത്രിയിലേക്കില്ല. അവിടുത്തെ സർവീസ് ശരിയല്ല, മോശമാ. അല്ലടാ, കുറച്ച് മഞ്ചേരി വന്നാ മതി. അല്ല, ആ മുടിയനില്ലേ? ആര്? ഓ, കുട്ടീന്റെ മുറച്ചെറുക്കനെ ഞങ്ങളെ കുട്ടിയുടെ ഒപ്പം കണ്ടതുകൊണ്ട് ഇടി എപ്പ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഫ്രൂട്ട്സോ ജിലേബിയോ ഒക്കെ കൊണ്ടുവരാം. ആയിക്കോട്ടെ. വാപ്പാക്ക് എങ്ങനെയുണ്ട്? ഭേദമുണ്ട്. അയാൾക്ക് ആ തല്ലിന്റെ ഇടയൊന്ന് ചാടേണ്ട വല്ല കാര്യമുണ്ടോ? ശരിയെന്നാ. കുഞ്ഞാപ്പക്ക, കല്യാണപ്പുരന്ന് ഈ കണ്ടെന്ന് പറയുന്ന കുട്ടി അതാണല്ലേ? അതങ്ങനൊന്നും അല്ലടി. ആൾക്കാര് ചുമ്മാ അതിന്റെ അമ്മയ്ക്ക് ഇവൻ ബ്ലഡ് കൊടുത്തതിന് താങ്ക്സ് പറയാൻ വന്നതാ, അല്ലാതെ. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഞാനൊരു മണ്ടി. എന്റെ ഉപ്പാനെ മക്കറാക്കാൻ ഈ കാട്ടിക്കൂടിനൊക്കെ കണ്ടിട്ട് അനക്കിനോട് സ്നേഹാന്ന് വിചാരിച്ചു. ശരിയാ, എന്റെ ഉപ്പ അന്നെ എന്റെ കുടുംബക്കാരെയും ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് പകരം ചോദിക്കാൻ ഈ കണ്ട വഴി. ഞാൻ എന്നോട് എന്ത് ദ്രോഹ ചെയ്തേ? ഇനിയെങ്കിലും ആരോടെങ്കിലും കണക്ക് തീർക്കുമ്പോ അതിങ്ങനെ സ്നേഹം കാണിച്ചാവരുത്. സാജറ, നീ വിചാരിക്കുന്ന പോലെ ഞാൻ മനഃപൂർവ്വം അങ്ങനെ. ഞാൻ പോണു. എന്റെ പെൺകുട്ടീനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മൊഞ്ചുള്ള കുട്ടി. ഇതൊരു യാദൃച്ഛ്യ സംഭവമല്ല. ഗോമതിയുടെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവാണ്. അത് വളരെ റെയറാ. നിസ്സാരമെന്ന പോലെ അത് നൽകാൻ ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അവൻ പ്രിപ്പയർഡ് ആയിരുന്നു. ഗോമതിയുടെ ഓപ്പറേഷൻ മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നു. പിന്നെ ആ പയ്യന്റെ വീട് എവിടെയാണ്, ആരൊക്കെ ഉണ്ട്? അത് ഞാൻ അന്വേഷിക്കാം. ഒരു 11 മണിയായി കാണും. ഞമ്മള് പോയാലും മുണ്ടും തിരുമ്പി വെക്കുമ്പോ കുട്ടി വന്ന് പറഞ്ഞു, മൂത്തമ്മ ഉപ്പ വന്നിക്കണെന്ന്. ഞമ്മള് വിചാരിച്ച് ഈ കുട്ടി ഇപ്പൊ എന്താണ് പറയണെന്ന്. വന്ന് നോക്കുമ്പോ സലീം ഉമ്മർത്തിരിക്കണ്. അനക്ക് നല്ല ബുദ്ധി തോന്നിക്കാൻ ഈ കുടിയിലുള്ളവര് മുഴുവനും നെഞ്ഞുരുകി പടച്ചോനെ വിളിക്കായിരുന്നു. അനക്കറിയോ, കുഞ്ഞാപ്പ് മനസ്സറിഞ്ഞ് 2 ബറ്ററക്കണം തീർന്ന. ഇത്താത്താനെ കൂട്ടിക്കൊണ്ടുപോ അളിയാൻ വന്നില്ലേ? നിങ്ങൾ വന്നില്ല എനിക്ക് അറിയുന്നത്. സൂറ, ഇത്തിരി മീൻകൂട്ടം കൊണ്ട് എടുത്തോളി, ചാറ് മതി. അന്നെ പറ ഇങ്ങോട്ട് വിളിച്ചത്. പോരുന്ന് പഠിക്കടി. സുഹൃത്താ, നിങ്ങളെ കറിയൊന്ന് വാങ്ങിച്ച് വിളമ്പിക്കേ. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്നാ കുഞ്ഞാപ്പൊരു ഇച്ചിരി മീൻകറി കൂട്ടുന്നത്? എന്താ തങ്ങളെ കാട്ടുന്നത്? കരഞ്ഞോണ്ടാണോ വിളമ്പുന്നത്? മനുഷ്യന്മാർ ഓരോ പിരാന്തേ, അല്ല എന്താ പറയാ. കെട്ടിച്ചു വിട്ട പെങ്ങന്മാര് കുടി വന്നിന്നാ ബേജാറാ. ഇനി ഭർത്താക്കന്മാരോടെ പോന്നൂന്ന് പറഞ്ഞാലോ അപ്പോഴും ബേജാറാ. അല്ല, ഓർക്കും അങ്ങനെ തന്നെയാണേ. കാര്യം ഓള് സീനത്ത് വന്നു നിന്ന കച്ചറയാണെങ്കിലും പോകാൻ നേരം ഓളും കരഞ്ഞോണ്ടേ പോത്തുള്ളൂ. അളിയന്റെ പെരേന്റെ പണി എന്തായി? തേപ്പ് ബാക്കിയുണ്ട്. കുടിയിരിപ്പ് വിളിക്കാൻ ഞാൻ വരണുണ്ട്. അടുത്ത ആഴ്ച ഒരു കുറിക്കല്യാണം വെച്ചിട്ടുണ്ട്. അതിന്ന് അളിയന്റെ കുടിയിരിപ്പിന് ഞാൻ കുറച്ച് കാശ് കണ്ടുവച്ചിട്ടുണ്ട്. തിരക്കൂട്ടണ്ട, മെല്ലെ മതി. ആ, സുന്ദരിമാരായല്ലോ. ഞങ്ങള് പോവാ മാമ. മാമനും വരുമോ? മാം വരുന്നുണ്ട് നിങ്ങളുടെ കുടിക്ക്. ഇപ്പോഴല്ല, വലിയ പെരുന്നാളിന്. എന്നിട്ട് നമുക്ക് വീഗാലാൻഡിൽ പോയിട്ടൊന്ന് അടിച്ച് പൊളിക്കണം. കുട്ടികളെ വിടറാ, ഓക്ക് ബസ്സിന് നേരായി.
അപ്പൊ ശരിയല്ലേ? ഇനി യാത്ര പറച്ചിലും കരച്ചിലൊന്നും വേണ്ട. വെക്ക സ്ഥലമിടാൻ നോക്ക്. ലൈൻ വണ്ടി ഇങ്ങോട്ടൊന്നും നേരത്തിന് കാത്തു വെക്കത്തില്ല. നിങ്ങളെന്തിനായി കരയുന്നു? ഓള് മാപ്പിളനോട് പോയതിനോ? ആര് ആര് കരഞ്ഞെന്നാ? നിങ്ങൾക്ക് പിരാന്താ? ഹലോ കുഞ്ഞാപ്പു, ഞാൻ ഫാത്തിമയാ. എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. 2 മണിക്ക് നീ ഇക്കാക്കയുടെ ബുക്ക് സ്റ്റോളിൽ വന്നാ മതി. അത്യാവശ്യമുണ്ട്, വരാതിരിക്കരുത്.